പാലക്കാട് ബംഗളൂരു കെഎസ്ആർടിസിയുടെ പുതിയ AC സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് വിവാദ നായകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇന്നലെ രാത്രി 9 മണിക്ക് പാലക്കാട് ഡിപ്പോയിലായിരുന്നു ഫ്ളാഗ് ഓഫ് ചടങ്ങ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സർക്കാർ പരിപാടികളിൽ നിന്നും തടയുമെന്ന് BJPയും DYFIയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. കാരണം പരിപാടിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നത് തന്നെ. ഇന്നലെ രാത്രി 8:45 ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഡിപ്പോയിലെത്തിയത്. ബസിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ഡിപ്പോയിലുണ്ടായിരുന്ന ജീവനക്കാരോടും യാത്രക്കാരോടും സൗഹൃദം പങ്കുവച്ച ശേഷമാണ് MLA മടങ്ങിയത്. CITU BMS നേതാക്കളും ചടങ്ങിലുണ്ടായിരുന്നു. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ശേഷം കഴിഞ്ഞ മാസം 24-നാണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത്. 38 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അന്ന് രാഹുൽ പാലക്കാട് എത്തിയത്. മണ്ഡലത്തിലെത്താതിരിക്കാൻ തനിക്കാകില്ലെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. രാഹുലിന്റെ വരവ് വലിയ വിവാദമുണ്ടാക്കിയെങ്കിലും കോൺഗ്രസിന്റെ മൗനാനുവാദത്തോടെയാണ് രാഹുൽ പാലക്കാട് എത്തിയതെന്നായിരുന്നു വിവരം. മണ്ഡലത്തിലെത്തും മുൻപ് രാഹുൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാക്കണമെന്ന ആവശ്യം DCCയും ജില്ലാ മുസ്ലിം ലീഗും KPCC അറിയിച്ചു. ബെന്നി ബെഹനാൻ MP, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ രാഹുലിനൊപ്പം ഏറെ നേരം ഇരിക്കുന്നതിന്റെയും പിന്തുണയ്ക്കുന്നതിന്റെയും ചിത്രവും പുറത്തു വന്നിരുന്നു. ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും മറികടന്ന് 38 ദിവസത്തിന് ശേഷം രാഹുൽ മണ്ഡലത്തിലെത്തിയപ്പോൾ പുറത്താക്കിയെന്ന് പലതവണ പറഞ്ഞ അതേ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ സംരക്ഷിക്കുന്ന കാഴ്ചയായിരുന്നു പാലക്കാട് കണ്ടത്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ആദ്യമായാണ് AC സീറ്റർ ബസ് അനുവദിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ്സിൽ പുഷ്പാക്ക് സംവിധാനമുള്ള 50 സീറ്റുകളാണുള്ളത്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് രാത്രി 9-നും ബാംഗ്ലൂരിൽ നിന്ന് 9:15-നും പുറപ്പെടും. പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഞായറാഴ്ചകളിൽ 1171 രൂപയും മറ്റ് സാധാരണ ദിവസങ്ങളിൽ 900 രൂപയുമാണ് നിരക്ക്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ രാഹുലിനെതിരെ തുറന്നടിച്ച് DYFIയും BJPയും രംഗത്തെത്തി. രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ഒളിച്ചും പാത്തുമാണെന്നും ധൈര്യമുണ്ടെങ്കിൽ എല്ലാവരെയും അറിയിച്ച് പരിപാടിയിൽ പങ്കെടുക്കുമെന്നും DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പ്രതികരിച്ചു. രാഹുലിന്റേത് ഒളിസേവി എന്നാണ് BJP സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസ് പറഞ്ഞത്. രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തത് ഇരുട്ടിന്റെ മറവിലാണെന്നും ഒരാളെയും അറിയിക്കാതെയാണെന്നും കൃഷ്ണദാസും പരിഹസിച്ചു. വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട് ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത്.